പി പുരുഷോത്തമന്റെ ഷെഡ് കത്തിച്ച വിഷയത്തിൽ പ്രകോപന പ്രസംഗവുമായി കെ രാഗേഷ്. പയ്യന്നൂരിലെ അക്രമ സംഭവങ്ങളിലെ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിലാണ് ഈ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ തോറ്റെന്ന് കരുതി പാർട്ടി ഒലിച്ചുപോയെന്ന് കരുതണ്ട എന്നും ഒരു പീറ ഷെഡ് കത്തിച്ചിട്ട് മുൻ MLA ആണെന്ന് പ്രചരിപ്പിച്ചത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും കെ രാഗേഷ് ചോദിച്ചു. തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് പയ്യന്നൂരിലെ പാർട്ടിയാകെ അങ്ങ് ഒലിച്ചുപോയി തീർന്നുപോയി എന്നൊന്നും ആരും ധരിക്കണ്ട. 19 വർഷത്തോളം പഴക്കമുള്ള ബൈക്ക് വീടിനടുത്തുനിന്ന് എടുത്തുകൊണ്ടുപോയി 10-50 മീറ്റർ അകലെ കൊണ്ടുപോയിട്ട് മനോഹരമായി വെച്ച് കത്തിക്കും. ബൈക്ക് വീടിന്റെ അടുത്ത് കത്തിയാൽ സംഭവിക്കാൻ പോലെ അവിടെ തന്നെ കത്തിക്കാൻ പോലെ വീട്ടിന് കുഴപ്പമൊന്നുണ്ടായിരുന്നു. ആസൂത്രിതമായിട്ടല്ലേ പോലീസ്, ചെന്നിത്തലയുടെ പോലീസ്, സതീശന്റെ പോലീസ്, ഇവിടെയുള്ള പയ്യന്നൂരിലെ MLA വി കുഞ്ഞികൃഷ്ണന്റെ സ്വന്തം പോലീസ് എന്താ അന്വേഷിക്കാൻ? പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയെ മാറ്റാത്തതിൽ വിശദീകരണവും CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് നൽകുന്നുണ്ട്. PM മസൂദിനെ മാറ്റിയിരുന്നെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് വരുമായിരുന്നു എന്നാണ് രാഗേഷിന്റെ പ്രതികരണം. വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനുള്ള സമയവും പാർട്ടിക്ക് ലഭിച്ചില്ല എന്നും കെ രാഗേഷ് പ്രസംഗത്തിൽ പറഞ്ഞു. വലിയ നിലയിൽ പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചരിക്കുന്നതിനിടെ ജനങ്ങളുടെ ഇടയിൽ ആ പ്രചരണം വലിയ നിലയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല, പാർട്ടിക്കില്ല. ആ സമയമില്ലാത്തതുകൊണ്ട് കനത്ത പരാജയം ഉന്നയിക്കപ്പെട്ട ആരോപണം, അതിനുശേഷം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്ന തീരുമാനമടക്കം വന്നു. പാർട്ടിയുടെ നേതൃയോഗങ്ങളിൽ പയ്യന്നൂരിലെ പിഴവ് എടുത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തതാണ്. അവിടെയാണ് ഇപ്പോൾ കെ രാഗേഷ് ഇപ്പോൾ ന്യായീകരണ പ്രസംഗം നടത്തിയിരിക്കുന്നത്.